ദൈവത്തിന് സ്തുതി. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ആത്മാർത്ഥതയില്ലാത്ത അനുതാപം. അവർ പറയും, വരുവിൻ, നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രഹരിച്ച് അവിടുന്ന് തന്നെ മുറിവുകൾ വച്ചുകെട്ടും. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്ത വൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. എഫ്രായിം, ഞാൻ നിന്നോട് എന്തു ചെയ്യും? യൂദ, ഞാൻ നിന്നോടൊത്ത് എന്തു ചെയ്യും? എൻ്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ വഴി അവരെ ഞാൻ വെട്ടിവീഴ്ത്തി. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചു. എൻ്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. എന്നാൽ ആദോമിൽ വെച്ച് അവർ ഉടമ്പടി ലംഘിച്ചു. അവിടെ വെച്ച് എന്നോട് അവർ അവിശ്വസ്തത കാണിച്ചു. ദുഷ്കർമ്മികളുടെ നഗരമാണ് ഗിലിയാദ്. അവിടെ രക്തമൊഴുകിയ ചാലുകൾ കാണാം. പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ പുരോഹിതർ സംഘം ചേർന്നിരിക്കുന്നു. ഷെക്കേമിലേക്കുള്ള വഴിയിൽ അവർ കൊല നടത്തുന്നു. അതെ, അവർ ഹീനകൃത്യം ചെയ്യുന്നു. ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഭീകരമായ ഒരു കാര്യം കണ്ടു. എഫ്രയാമിന്റെ പരസംഗം അവിടെയാണ്. ഇസ്രായേൽ മലിനമായിരിക്കുന്നു. എൻ്റെ ജനത്തിന്റെ ഭാഗധേയം നിർണയിക്കുമ്പോൾ, യൂദ, നിനക്കും ഞാൻ ഒരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹോശയ്യ പ്രവാചകനിലൂടെ ദൈവമേ, അങ്ങ് അരുളി ചെയ്യുന്നല്ലോ, ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ദൈവമേ, ദൈവസ്നേഹത്തില് വളരണമെങ്കിൽ സഹോദര സ്നേഹത്തിലും ഐക്യത്തിലും പ്രാർത്ഥനയിലും വളരണമെന്നുള്ള വലിയ സത്യം ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു. ഞാൻ ബലികളിലല്ല, ഞാൻ ദഹന ബലികളിലല്ല, ദൈവജ്ഞാനമാണ് ഇഷ്ടപ്പെടുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം ലഭിക്കണമെങ്കിൽ വേദപുസ്തകം വായിക്കണം, ബൈബിൾ പഠിക്കണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിടുത്തെ വചനങ്ങളാണല്ലോ ബൈബിളിൽ ഉള്ളത്. എന്നും വായിക്കാനും ഹൃദയസ്ഥമാക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി ഞങ്ങളിലേക്ക് അയക്കണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. സ്നേഹമുള്ളവരെ, എല്ലാവരും വചനം സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവരെ വളർത്തുന്നതിന്, ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു ഉപാധിയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്ന മാർഗമാണ് ബൈബിള് നല്ല രീതിയിൽ അവതരിപ്പിക്കുക. അങ്ങനെ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമാണിത്. സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. ദൈവമേ നന്ദി. ഹല്ലേലൂയ.